ഇത് കേവലം സാമ്പത്തികമായ ഒരു ആക്രമണം മാത്രമല്ല, നയതന്ത്രപരമായ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ പോകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം പോകുന്നുണ്ടോ? അത് കൺഫേംഡ് ആണോ? അജിംസ്, പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാണ്. അത് കൺഫേം ആയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വന്നത്. ആ സമയത്ത് ചൈനീസ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നിലവിലത്തെ ഈ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുതിർന്ന മന്ത്രിമാരുമായി വിലയിരുത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 25% തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്ന് പ്രതിപക്ഷം ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ 50% ഇപ്പോൾ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്തെങ്കിലും പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുമോ, അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ടും വലിയ പ്രതിഷേധം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ എടുത്തുചാടി ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അമേരിക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ത്യ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന മന്ത്രിമാരുമായി നിലവിലത്തെ ഈ സാഹചര്യം ചർച്ച ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടി അമേരിക്കക്കെതിരെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ലോകരാജ്യങ്ങളും അതോടൊപ്പം തന്നെ ലോകവേദികളിലും ഉൾപ്പെടെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ തീരുവയുടെ കാര്യം തുറന്നു കാട്ടാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അല്ലാതെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ ഉടൻ ഈ തീരുവയുടെ കാര്യത്തിൽ പോകില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തി ഏത് തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ പിന്നീടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക.